ഹലോ ആസ്പിരൻസ്, വെൽക്കം ടു ദിശ അക്കാദമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2026 ബാങ്കിങ് ആസ്പിരൻസ് എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന RBI അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനെ പറ്റിയാണ്. ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം എക്സ്പെക്ട് ചെയ്യുന്ന, അതായത് പ്രിലിംസിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരിയിലാണ്. അതുപോലെ തന്നെ 500+ വേക്കൻസീസ് ഉണ്ടാകും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ, എല്ലാ ബാങ്ക് എക്സാമിൻ്റെ സെയിം ക്വാളിഫിക്കേഷൻ ആണുള്ളത്. ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത്. ഏജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 20 ആൻഡ് 28. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 3 സ്റ്റേജ് ആയിട്ടായിരിക്കും വരുന്നത്. ഒന്ന് പ്രിലിംസ്, മെയിൻസ്, ദെൻ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ്. പ്രിലിംസിലേക്ക് വന്നു കഴിയുമ്പോൾ 3 സബ്ജക്റ്റാണ് പ്രിലിംസിനുണ്ടാവുന്നത്. സാധാ ബാങ്ക് എക്സാമിനുള്ളതുപോലെ തന്നെ ഇംഗ്ലീഷ്, QA, റീസണിങ് 3 ടോപ്പിക് വൈസ് ഉള്ള എക്സാംസ് ആയിരിക്കും. സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പം 30 ക്വസ്റ്റ്യൻസും 20 മിനിറ്റ്സ് ആൻഡ് ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 30 ആയിരിക്കും. ദെൻ ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 35 മിനിറ്റ്സ്. ദാറ്റ് മീൻസ് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ച്. ദെൻ ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ്. റീസണിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ 20 മിനിറ്റ്സ്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ്സ്. ദാറ്റ് ഈസ് 1 അവറിൻ്റെ എക്സാം ആയിരിക്കും. മെയിൻസിലേക്ക് വന്നു കഴിയുമ്പം 5 സബ്ജക്റ്റാണുള്ളത്. ദെൻ ടെസ്റ്റ് ഓഫ് റീസണിങ്, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ അവയർനെസ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഈക്വൽ ആയിരിക്കും. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ടൈമിന് വ്യത്യാസമുണ്ട്. റീസണിങ്, ഇംഗ്ലീഷ് ആൻഡ് QA 3 നമുക്ക് ടൈമിങ് വരുന്നത് 30 മിനിറ്റ്സ്. ദാറ്റ് ഈസ് ഹാഫ് അവർ വെച്ച് 40 ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ GA ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജിലേക്കും വരുമ്പോൾ രണ്ടിനും ഈച്ച് ക്യാരി 20 മിനിറ്റ്സ് വെച്ചാണ് രണ്ടിനും വരുന്നത്. ടോട്ടൽ 135 മിനിറ്റ്സ് ആണ് എക്സാമിനായിട്ട് വരുന്നത്. 200 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 135 മിനിറ്റും. 2023 നമുക്ക് ലാസ്റ്റായിട്ട് RBI അസിസ്റ്റൻ്റ് എക്സാം നടന്നത്. അവിടുത്തെ എക്സ്പെക്റ്റഡ് ഏകദേശം ഇതേ റേഞ്ചിനോട് തന്നെയുള്ള അടുത്ത് വരുന്ന ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറലിന് 95.25 ആയിരുന്നു. സിലബസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും മെയിനായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. സിലോജിസം, ഇനിക്വാലിറ്റി, പസിൽ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, കോഡിങ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, ഇങ്ങനെ റീസണിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ടോപ്പിക്ക്. ദെൻ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ സാധാ ബാങ്ക് എക്സാമിനുള്ളതുപോലെ തന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ, സെൻറ്റൻസ് കറക്ഷൻ, എറർ സ്പോട്ടിംഗ്, ക്ലോസ് ടെസ്റ്റ്, 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, പാരാ ജമ്പിൾ, ഫ്രേസസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഇതൊക്കെ ആയിരിക്കും വരുന്നത്. ദെൻ QAയിലേക്ക് വന്നു കഴിയുമ്പോൾ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ ഏകദേശം 13 to 17 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ വേർഡ് പ്രോബ്ലംസ്, ടൈം ആൻഡ് വർക്ക്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആവറേജ്, പ്രോബബിലിറ്റി, നമ്പർ സിസ്റ്റം, പെർസെൻറ്റേജ്, മെൻസ്ട്രേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കും സാധാ ബാങ്ക് എക്സാമിനുള്ള അതേ ടോപ്പിക്ക് തന്നെയാണ് വരുന്നത്. കട്ട് ഓഫ് കൂടുതലാണ്, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമും കൂടിയാണ്. എക്സാം സിമ്പിൾ ആയിരിക്കും, പക്ഷേ നമ്മുടെ അക്യുറസിനെ അല്ലെങ്കിൽ അറ്റംപ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ റിസൾട്ട് ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.